സ്വാഗതം. ഇന്നത്തെ വിഷയം വിവാഹമോചനം സംബന്ധിച്ച നിയമങ്ങളാണ്. ഈ വിഷയം സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് അനിത നായർ നമ്മോടൊപ്പമുണ്ട്. നിയമവശങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതേ സംബന്ധിച്ചുള്ള സംശയങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. ആദ്യമായി പറയട്ടെ, വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കാനുള്ള വേദിയല്ല. വിവാഹമോചനം ഇന്നത്തെ സാഹചര്യത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സംശയ നിവാരണം എന്ന് മാത്രമേ ഉള്ളൂ. പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബന്ധങ്ങൾ നിലനിർത്തി പോവുക. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം, ഇന്നത്തെ കാലത്ത് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ വിവാഹമോചനം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 5 വിവാഹമോചനങ്ങൾ നടക്കുന്നു. 1980-90 കാലം കമ്പയർ ചെയ്യുമ്പോൾ 1980-ൽ ഒരു വർഷം ജില്ലാ കോടതിയിൽ ഒരു വിവാഹമോചനമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു മണിക്കൂറിൽ 5 വിവാഹമോചനം. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതിന് വ്യത്യസ്തമായ കാരണങ്ങളാണ്. അവിഹിത ബന്ധങ്ങൾ ഒരു കാരണമാണ്. കേരളത്തിൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ജീവിക്കാൻ സ്ത്രീകൾ സ്വയം പ്രാപ്തരായി എന്ന ചിന്താഗതി, പിന്നെ ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗം, ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യം, ഇതെല്ലാം ഡൈവേഴ്സിന് കാരണമാണ്. ജോയിന്റ് ഡൈവേഴ്സ് ലഭിക്കാൻ എത്ര സമയം എടുക്കും? ജോയിന്റ് ഡൈവേഴ്സിൻ്റെ കൂളിംഗ് ഓഫ് പീരീഡ് 6 മാസമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ പ്രകാരം ഇപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഉടനെ അടിയന്തരമായി ഡിവോഴ്സ് വേണമെന്ന് ഒരു പെറ്റീഷൻ നമ്മൾ കോടതിയിലിട്ടാൽ അത് ആ കോടതി അക്സെപ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വിവാഹമോചനം ലഭിക്കും. കുറച്ചു മുമ്പ് കൂളിംഗ് ഓഫ് ടൈം എന്ന് പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് കൂളിംഗ് ഓഫ് ടൈം എന്ന് പറയാമോ? പറയാം. ഒന്നുകൂടി ചിന്തിക്കാനുള്ള ടൈമാണ്. അത് ഒരു മാൻഡേറ്ററി കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ടാകും. കൗൺസിലിംഗ് വഴി ഡൈവേഴ്സ് വേണ്ടെന്ന് വയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യാവുന്ന വിവിധ തരം കേസുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കുടുംബ കോടതി ഡൈവേഴ്സിന് മാത്രം ഉള്ളതാണ് എന്നുള്ള ധാരണ തെറ്റാണ്. കുടുംബ കോടതിയിൽ ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള കേസുകൾ നൽകാം. പിന്നെ റിട്ടേൺ ഓഫ് ഗോൾഡ്, മണി ആൻഡ് ആർട്ടിക്കിൾ, ഇപ്പോൾ പെൺകുട്ടിയുടെ വിവാഹത്തിന് മാതാപിതാക്കൾ നൽകുന്ന പണമോ സ്വർണങ്ങളോ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ കൈക്കലാക്കിയാൽ, ഇതൊക്കെ അന്യായമായി കൈവശം വെച്ചതിൽ